ഹായ് ഗായ്സ്, വെൽക്കം ടു എക്സൻ പ്രൈവറ്റ് ലിമിറ്റഡ്. എക്സന്റിന്റെ ഏറ്റവും പുതിയ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തമിഴിൽ കണ്ട പോലെ നമ്മൾ നോക്കാൻ പോകുന്നത് ചാറ്റ് ജി പി ടി അതുപോലെ തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാറ്റ് ജി പി ടി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, നമ്മളെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മൈൻഡിലേക്ക് വരുന്ന രണ്ട് ലെറ്റേഴ്സ് ഉണ്ട്. അതായത് ഈ രണ്ട് ലെറ്റേഴ്സ് ഒഴിച്ചു കൊണ്ടിട്ട് നമുക്കൊരു ഫ്യൂച്ചർ ഇനി സ്വപ്നം കാണാൻ പറ്റില്ല. ആർക്കും സ്വപ്നം കാണാൻ പറ്റില്ല. അതായത് ഒന്ന് എയും പിന്നെ ഒന്ന് ഐയോ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ AI. അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാത്തിലും എല്ലാ തരത്തിലും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ഫീൽഡിലാവട്ടെ, ഓട്ടോമൊബൈൽ സെഗ്മെന്റ് ആവട്ടെ, ഏത് ഫീൽഡിലാണെങ്കിലും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി അപ്ലൈ ചെയ്തിട്ടുള്ള ഗുണം എന്താണ്? ഒന്ന്, നമ്മളെ ടൈം സേവിങ് ആണ്. പിന്നെ മണി സേവിങ് ആണ്. ഒരുപാട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇതൊക്കെയാണ് ഇതിന്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ബൂമിങ് ആവാനുള്ള പോസിറ്റീവ്സ് ഞാൻ പറഞ്ഞ വളരെ ചുരുക്കം പോസിറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ വരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ് എന്ത് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. അപ്പൊ ചിലവർക്ക് സംശയമുണ്ട്, എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? ഈ ചാറ്റ് ജി പി ടി എങ്ങനെ പ്രോപ്പർലി യൂസ് ചെയ്യാം എന്നുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ റിക്വയർമെന്റ് അനലൈസ് ചെയ്തിട്ട് ആ പ്രോപ്പർ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഇൻസ്ട്രക്ഷൻസിനെയാണ്, ആ ഒരു പാത്ത് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്ന് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാറ്റ് ജി പി ടി എങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാം, അതായത് നമ്മളുടെ ആൻസറിലേക്ക് നമ്മൾക്ക് വേണ്ട രീതിയിൽ നമുക്ക് എങ്ങനെ ഇതിനെ യൂസ് ചെയ്യാം, ആ യൂസ് ചെയ്യുന്ന ആ ഒരു പാത്വേനെയാണ് എന്ത് പറയുന്നത്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. ഓക്കെ, ഇതിന്റെ ടെക്നിക്കൽ ടേംസിലേക്കൊക്കെ നമുക്ക് പോകാം. കാര്യം ഞാനിത് പറയുന്നത് ഒരുപാട് പേർക്ക് ഐഡിയ ഇല്ലാത്തവരുണ്ടാവും, ഇതിനെ പറ്റിയിട്ട് അറിയില്ലാത്തവരുണ്ടാവും. അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്താണത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു ലൈവ് എക്സാമ്പിൾ ഞാൻ ലൈവ് എക്സാമ്പിൾ കാണിക്കാൻ പോവാം. ഓക്കെ, ആ ലൈവ് എക്സാമ്പിൾ കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസിലേക്ക് പോവാം. അതും വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഗൂഗിൾ ക്രോമിലേക്ക് ഒന്ന് പോവാം. അതായത് നിങ്ങളുടെ സെർച്ച് എഞ്ചിൻ ഏതാണോ, ഗൂഗിൾ ക്രോമോ whatever നിങ്ങൾക്ക് ഉള്ളത്, അപ്പൊ ആ ഒരു സെർച്ച് എഞ്ചിനിലേക്ക് നമുക്ക് പോവാം. ഞാനിപ്പോ ഗൂഗിൾ ക്രോം എടുത്തു. ഓക്കെ, എടുത്തതിന് ശേഷം സെർച്ച് ബാറിൽ എന്ത് സെർച്ച് ചെയ്യണം? ചാറ്റ് ജി പി ടി. ഞാൻ നേരത്തെ സെർച്ച് ചെയ്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എനിക്ക് ഒരു രണ്ട് ഓപ്ഷൻ ഉണ്ട്, ലോഗിൻ ഉണ്ട്, സൈനപ്പ് ഉണ്ട്. അപ്പൊ എനിക്ക് ലോഗിൻ ചെയ്യാം. ഞാൻ നേരത്തെ എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ എനിക്ക് ലോഗിൻ ചെയ്താൽ മതി. അതല്ല, ഞാൻ ആദ്യമായിട്ടാണ് ചാറ്റ് ജി പി ടിയിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് സൈനപ്പ് ചെയ്യണം. ഓക്കെ, യൂഷ്വലി നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോസസ്സ് തന്നെയാണെങ്കിൽ ഞാൻ സൈനപ്പ് കൊടുത്തു. കണ്ടോ, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഞാൻ കൊടുക്കുകയാണ്. ഞാനിപ്പോ ഈ അക്കൗണ്ട് കൊടുത്തു. ബർത്ത്ഡേ ചോദിക്കുന്നുണ്ട്. ഞാനൊരു റാൻഡം ഡേറ്റ് ഇപ്പൊ കൊടുക്കുകയാണ്. മന്ത് 03. ഞാനപ്പോ എന്റെ നമ്പർ കൊടുക്കുകയാണ്. വാട്സാപ്പ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് കൊടുക്കുക, എസ് കൊടുക്കുക. വാട്സാപ്പിലേക്ക് ഒരു കോഡ് SMS വരും. നിങ്ങൾ കൊടുത്ത വാട്സാപ്പ് നമ്പർ ഒന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് വന്നു.
ഞാൻ ആ കോഡ് എൻ്റർ ചെയ്യണം. ഓക്കെ, പ്രോസസ്സിംഗ് ആയി. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. ഇതാണ് എന്താ ChatGPT എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും ഇനി നോക്കാം. അതായത് എനിക്ക് മേളിൽ തന്നെ എന്താ GPT 3.5 ഉണ്ട്, GPT 4 ഉണ്ട്. GPT 3.5 എന്ന് പറയുമ്പോൾ പെയ്ഡ് വേർഷൻ അല്ല, ഫ്രീ വേർഷൻ ആണ്. GPT 4 വരുമ്പോഴേക്ക് പെയ്ഡ് വേർഷൻ ആണ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPT 3.5-ക്കാളും കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും GPT 4 എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഇമേജ് പ്രോസസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ ഇമേജ് പ്രോസസ് ചെയ്യാൻ പറ്റില്ല, ടെക്സ്റ്റ് മാത്രമേ കൊടുക്കാം, ഇൻപുട്ട് ടെക്സ്റ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. GPT 4-ൽ ഇൻപുട്ട് ആയിട്ട് നമുക്ക് ഇമേജസും പ്രോസസ് ചെയ്യാൻ പറ്റും. ഒപ്പം കുറച്ച് പ്ലഗിൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടിക്കറ്റ് ബുക്കിംഗ്സിനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പ്ലഗിൻസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ GPT 4-ൽ വരുന്നുണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ആയിരിക്കും 4-ൽ വരുന്നത്. ഓക്കെ, അത് പെയ്ഡ് യൂസ് ആണ്. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് GPT 3.5 തന്നെയാണ്. ഓക്കെ, ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ സെയിം ഇതുപോലെ തന്നെയാണ്. അഡീഷണൽ ഞാൻ പറയുന്ന കുറച്ച് കോഡ് ഇന്റർപ്രറ്റർ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്റർഫേസ്. അതിന് താഴെ കണ്ടോ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സെർച്ച് ബാർ ഉണ്ട്. നമുക്കിവിടെ ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കാം. ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കാം. ഞാനപ്പോ ഇതാണ് ChatGPT എന്ന് പറയുന്നത്. ഞാൻ കമ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കമ്പയർ ചെയ്യുന്നത് ChatGPT-യും അതുപോലെ തന്നെ ഗൂഗിളുമായിട്ട്. ഓക്കെ, ഞാനിവിടെ തൊട്ടടുത്ത സെർച്ച് ബാറിൽ ഗൂഗിൾ എടുത്തു. എടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഒരു കോൾഡ് കോഫി എങ്ങനെയാ കോൾഡ് കോഫി വീട്ടിൽ ഉണ്ടാക്കുന്നത് നോക്കാം. How to make a cold coffee at home. എനിക്ക് റിസൾട്ട് വന്നേക്കാണ്. ഒരു 3 യൂട്യൂബ് വീഡിയോസ് മേളിൽ വന്നിട്ടുണ്ട്. താഴെ എന്താ ഒരു ഡയറക്റ്റ് ഒരു ബ്ലോഗിലേക്ക് പോവാം. അതിലും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഞാനിത് നേരെ ക്ലിക്ക് ചെയ്തു, താഴെ പോയി സ്ക്രോൾ ചെയ്തു, കാർഡ് ലോഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. കണ്ടോ, ഇതിവിടെ റെസിപ്പീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാനിപ്പോ എനിക്കൊരു റിസൾട്ട് വന്നു. ആ റിസൾട്ടിൽ നിന്ന് ഞാൻ വേറൊരു പേജിലേക്ക് തന്നെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യാണ് ഗൂഗിള്. ഞാനിത് ഈ സെയിം ചോദ്യം ഞാനിവിടെ ചോദിക്കാം. ഞാനിവിടെ ഞാൻ ഈ സെയിം ചോദ്യം ഇവിടെ തന്നെ ചോദിക്കും. ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യണം. ഓക്കെ, റിസൾട്ട് എന്താ വരിക നോക്കാം. ഇത് കണ്ടോ, എനിക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടിയേക്കാണ്. ഇൻഗ്രീഡിയൻസ് എന്താണോ, പിന്നെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയൊക്കെയാണ് എനിക്ക് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ എടുക്കേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണ്, ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്ത് താഴെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കുകയാണ്. മനസ്സിലായോ? ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഡയറക്റ്റ് ഒരു ആൻസറിലേക്ക് എത്താനായിട്ടുള്ള ബുദ്ധിമുട്ട്, ലൈക്ക് ആ ഒരു ആൻസറിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് എത്താനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇവിടെ എന്താണ്, നമ്മൾ ഒരു സെർച്ച് കൊടുത്തു, അപ്പൊ തന്നെ നമ്മൾക്ക് റിസൾട്ട് കിട്ടുകയാണ്. ഇതാണ് ChatGPT-യുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ലെസ് ടൈം കൺസ്യൂമിങ് ആണ്. ടൈം കൺസ്യൂം ചെയ്യുന്നില്ല കമ്പയർ ടു ഗൂഗിൾ. മനസ്സിലായോ? അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ടൈം. അപ്പോ ഇതുകൊണ്ടാണ് എന്താ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ChatGPT എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ബൂമിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതായത് റിലീസ് ചെയ്ത് നിസ്സാര ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്.
അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയും ഇത് തന്നെ. നമുക്ക് വേണ്ട ആൻസർ എന്താണോ അക്യുറേറ്റ് ആയിട്ട് നമ്മളുടെ മുമ്പിൽ തന്നെ അധികം നമ്മൾ അതിനു വേണ്ടി തെരഞ്ഞെടുപ്പ് നടക്കാണ്ട് ഡയറക്റ്റ് നമ്മളുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കൊണ്ടുവന്നു. ഞാനിപ്പോ ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷനെ കാണാം, ഹൗ ടു മേക്ക് എ ഫുൾ കോപ്പി അറ്റ് ഹോം. ഈ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് എന്ത് പറയുന്നത്, പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി തൊട്ട് പ്രോംപ്റ്റ് എന്നായിരിക്കും പറയാം, പ്രോംപ്റ്റ് എന്ന് പറയും. ഞാൻ ഈ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണോ ആ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ പേരാണ് പറയാണ് പ്രോംപ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, ഞാനിപ്പോ ഇതിൽ തന്നെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഈ ഒരു സ്റ്റോറി അറിയാം നമുക്ക്. ഇപ്പോ ഫൗണ്ടിങ് സ്റ്റോറി ഓഫ് ഗൂഗിൾ കൊടുക്കുകയാണ്. എന്ത് വരും നോക്കാം. കണ്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് വരികയാണ്, റിസൾട്ട് വരികയാണ്. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റിസൾട്ട് വരിക. എനിക്കപ്പോൾ ഞാൻ പറയാണ് ഇത്രയും ഒന്നും എനിക്ക് വേണ്ട, ഇത്രയും എനിക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ പറയാ, ഇതിനോട് ഞാനൊരു കാര്യം കൂടി ആവശ്യപ്പെടുകയാണ്. പ്ലീസ് മേക്ക് ദിസ് in a paragraph. ഓക്കെ, അപ്പോൾ അത് ചെയ്യാണ്. എന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് അത് പാരഗ്രാഫിലാക്കിയിട്ട് തരികയാണ്. ഇത്രയും എനിക്ക് വായിക്കാൻ മടിയായി, അപ്പൊ ഞാൻ പറയാണ് എനിക്ക് പാരഗ്രാഫിൽ മതി. സോ ChatGPT എന്ത് ചെയ്തു, ഞാനിത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ ഞാൻ ആദ്യം കൊടുത്ത് ഫൗണ്ടിങ് സ്റ്റോറി ഓഫ് ഗൂഗിൾ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു. ഞാൻ വീണ്ടും ഗൂഗിളിന്റെ ഫൗണ്ടിങ് സ്റ്റോറി പാരഗ്രാഫിലാക്കി തരൂ എന്നല്ല ചോദിച്ചത്. ഞാൻ എന്താ ഇതിന് ഫോളോ അപ്പ് ആയിട്ട് ഡയറക്ട്ലി ഞാൻ എന്താ താഴെ കൊടുത്തത്, ജസ്റ്റ് ഒന്നും മെൻഷൻ ചെയ്യാണ്ട് എന്നെ എന്താ ചെയ്തത്, ഞാൻ ഇതൊന്ന് പാരഗ്രാഫിലാക്കി തരൂ എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താ ഫോളോ അപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗൂഗിളിൽ പോസിബിൾ അല്ല. അതായത് ഇപ്പൊ ഈ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, കോൺവെർസേഷൻ ടൈപ്പിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഇതാണ് ChatGPT എന്ന ബേസിക് ഓപ്പറേഷൻ. ChatGPTയിൽ നടക്കുന്ന ബേസിക് ഓപ്പറേഷൻ. അതായത് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുക, ആ പ്രോംപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ നമ്മൾ എടുക്കുക, നമുക്ക് ഡയറക്റ്റ് ആൻസേഴ്സ് ലഭിക്കുക. ഇതാണ് ബേസിക് ഓപ്പറേഷൻ ഒരു ChatGPTയിൽ നടക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ നോക്കിയതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ട് എങ്ങനെയാണ് ChatGPT പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മളിപ്പോ നോക്കിയത്. അതിനുശേഷമാണ് ഇതിന്റെ നമ്മൾ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗിലേക്കൊക്കെ പോയത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്, ടെക്നിക്സ് ആണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന. അതായത് നമ്മൾ എങ്ങനെ പ്രോംപ്റ്റ് യൂസ് ചെയ്യണം, എങ്ങനെ അതും നമ്മൾക്കൊരു ആൻസറിന് വേണ്ടിയിട്ടായിരുന്നല്ലോ നമ്മൾ ഈ സിസ്റ്റത്തിനായിട്ട് റീച്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും, ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ആൻസർ കിട്ടും. അപ്പൊ അതിലൊക്കെ ഓരോ ടെക്നിക്സ് ഉണ്ട്, യൂസ് ചെയ്യുന്ന ഓരോ ടെക്നിക്സ് ഉണ്ട്. നമുക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ChatGPT എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് വളരെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ, ബാക്കിയുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നെക്സ്റ്റ് വീഡിയോസിലായിരിക്കും വരിക. ഓക്കെ, അപ്പം ഈ പറഞ്ഞതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും കൂടെ ജസ്റ്റ് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. അതായത് എങ്ങനെ നമ്മളിപ്പോ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് റിപ്ലൈ കിട്ടണം. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് റിപ്ലൈ കിട്ടുന്നു. അതിന് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നമ്മൾ ആവശ്യപ്പെടുന്ന ഫോർമാറ്റിൽ നമുക്ക് റിപ്ലൈ കിട്ടുക, അല്ലെ? നമ്മൾ ആ എക്സാമ്പിൾ ഒക്കെ കണ്ടു. എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ല. അപ്പൊ അതും കൂടെ ഒന്ന് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് വേറൊന്നുമില്ല, ഈ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോടുകൂടി, ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം ആണ് ഇത് റൺ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം. അതായത് ഒരുപാട് ഡാറ്റാസിന് അതായത് നമ്മളുടെ ഇന്റർനെറ്റിൽ നിന്നും ആർട്ടിക്കിൾസിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരുപാട് ഡാറ്റാസ്, ആ ഡാറ്റാസിൽ പഠിച്ച ഡാറ്റാസ് ആണ് എന്ത് നമ്മളൊരു പ്രോംപ്റ്റ് ചോദിക്കുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് നമ്മൾക്ക്
ഈ ഒരു ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് മോഡൽ നമുക്ക് തരുന്നത്. ഒപ്പം നമ്മൾ കൊടുക്കുന്ന ചോദ്യത്തിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. അതായത് സന്ദർഭം എന്താണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയാണ് എനിക്ക് ഫണ്ണി ആയിട്ട് വേണം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഫണ്ണി ആയിട്ട് വേണം, അല്ലെങ്കിൽ ഒരു ഫണ്ണി സ്റ്റോറി വേണം, ഇങ്ങനെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അത് സാഹചര്യം മനസ്സിലാക്കണം. അപ്പം അതുപോലെ തന്നെ ഞാനിപ്പോൾ പറയാണ് എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് വേണം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെറ്റർ വേണം. ലൈക്ക് നമ്മൾ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ആ ഒരു ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്താണോ അത് ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഇത് പഠിച്ച കാര്യങ്ങൾ, അതായത് പ്രീ ട്രെയിൻ ചെയ്ത കാര്യങ്ങൾ യൂസ് ചെയ്യും. അതായത് ഈ സന്ദർഭത്തിനോടനുസരിച്ചിട്ട് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്താ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അതായത് ഇത് ആദ്യം ഹ്യൂമൻസ് ആയിരിക്കും മെഷീൻസിനെ ഈ ഇൻഫർമേഷൻസിനെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുക. മനസ്സിലായോ? ലേറ്റർ മെഷീൻ തന്നെത്താണ് അതായത് നെക്സ്റ്റ് വേർഡ് പ്രെഡിക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ലാംഗ്വേജ് ഇത് പഠിക്കുന്നത്. അതൊരു ഡാറ്റ പഠിക്കും, ആ ഡാറ്റ സാമ്പിൾ ആക്കി പഠിച്ച് അത് കഴിഞ്ഞ് അടുത്ത ഡാറ്റ മെഷീൻ തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യും. ഈ ഒരു ഫോർമാറ്റിലാണ് ഇതിന്റെ ഓപ്പറേഷൻ, അതായത് ഇന്റേണലി നടക്കുന്ന ഓപ്പറേഷൻസ്. ശരിക്കും ഇതിന്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോയാൽ വളരെ കോംപ്ലക്സ് ആണ്. നമ്മൾ അപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാനിപ്പോ പറഞ്ഞ ബാക്ക് എൻഡിൽ എന്തായിരിക്കും നടക്കുന്നതെന്ന് ചെറിയൊരു പ്രോസസ്സ് മാത്രമേ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഓപ്പൺ എ ഐ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു. ഓപ്പൺ എ ഐ എന്ന കമ്പനിയാണ് ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇറക്കുന്നത്. ഈ ഓപ്പൺ എ ഐ എന്റെ ഫൗണ്ടർ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലായിട്ടൊരു പേഴ്സണാലിറ്റിയാണ് ആര്, എലോൺ മസ്ക്. അതുപോലെ തന്നെ സാം ആൽട്ട്മാൻ. ഇവർ 2015 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഓപ്പൺ എ ഐ എന്ന് പറയുന്നത്. അന്ന് ഒരു നോൺ പ്രോഫിറ്റ് ടാഗ് ലൈനിലേക്ക് ആ ഒരു ലേബലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഇലോൺ മസ്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നു. പിന്നീട് മൈക്രോസോഫ്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അതിനുശേഷം ഇവർ ചാറ്റ് ജി പി ടിയുടെ ഓരോരോ സീരീസ് ആയിട്ട് ഇവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോതായിട്ടുള്ള എന്താ പറയാ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് അവര് അപ്ഡേറ്റഡ് വേർഷനിൽ അത് പരിഹരിച്ചിറക്കുന്നു. ഇപ്പൊ നമ്മൾക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന വേർഷൻ എന്ന് പറഞ്ഞാൽ ചാറ്റ് ജി പി ടിയുടെ 4, അതും പെയ്ഡ് വേർഷനാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ രണ്ടും ഇപ്പൊ കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാ ഇൻട്രൊഡക്ഷനും നമ്മളിപ്പോ കഴിഞ്ഞു. അതും വളരെ സിമ്പിൾ ആയിട്ട് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതായത് ഒരു ഡിസ്കഷൻ ഉണ്ട്, അതായത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, അതിന്റെ ഫ്യൂച്ചർ സാധ്യതകളെ കുറിച്ചിട്ടും ജോലി സാധ്യതകളെ കുറിച്ചൊക്കെ ഭയങ്കര നല്ല ഡിസ്കഷൻ നടക്കുകയാണ്. അപ്പൊ ആ ഡിസ്കഷനിൽ ഇപ്പൊ ഒരുപാട് പേര് അവകാശപ്പെടുന്നുണ്ട് വരും കാലങ്ങളിൽ ഏറ്റവും വലിയ ജോലി സാധ്യത സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മേഖലയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ വേർഡ്, പവർ പോയിന്റ്, എക്സൽ ഒക്കെ പോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ്. അതായത് നമ്മൾ വർക്കിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനോ എഫിഷ്യൻസി കൂട്ടാനൊക്കെ ആയിട്ട് വർക്കോ സ്റ്റഡിയോ എന്തോ ആവട്ടെ, നമ്മൾ ആ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നു. അതായത് മൈക്രോസോഫ്റ്റിന്റെ എക്സല്, പവർ പോയിന്റ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മളുടെ വർക്കിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വർക്കിന്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് ടൂളാണ്, എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതായിട്ടൊരു ടൂളാണ്. ഇത് മാത്രമായിരിക്കും ഒരു ജോലി സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ ജോലിയിലും ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഓൾമോസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഞാനിപ്പോ കവർ ചെയ്യാൻ വെച്ചിരുന്ന എല്ലാ ടോപ്പിക്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയില് നമ്മള് ഇതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, അതൊക്കെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴേ കാര്യം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.